നമസ്കാരം. ഇന്ന് പച്ചക്ക് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ എറണാകുളം അതിർത്തിയായ അരൂര് ആകാശപാതയുടെ പണി തുടങ്ങിയപ്പോഴേക്കും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടലിന്റെ ഒരു പരമ്പരയെക്കുറിച്ചാണ്. എൻ്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അരൂരുകാര് ജപ്പാൻകാര് തെറി പറയുന്നത് എന്തിന്? അരൂരുകാര് ജപ്പാൻകാര് തെറി പറയരുത്. ആരാണാവോ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് ഇതിന് പേരിട്ടെന്നറിയില്ല. ആ ജപ്പാൻകാര് ലോകത്ത് നമ്പർ 1 ആണ്. എന്നാൽ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞ് തട്ടിപ്പ് ചെയ്യുന്ന ഒരു സർക്കാർ. സത്യത്തിൽ ജനാധിപത്യ നാട്ടിൽ കുടിവെള്ളത്തിന് പോലും ഇന്നും ജനം കരയുകയാണ്. പക്ഷെ മന്ത്രിമാരുടെയും വലിയ വലിയ കളക്ടർ, DGP, ചീഫ് സെക്രട്ടറി, വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. അരൂരിൽ നിന്ന് നിരവധി പേർ എറണാകുളം ജില്ലയുടെ അതിർത്തിയും ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയുമായ അരൂര്, എരമല്ലൂര് ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉപയോഗിക്കുന്ന തോപ്പുംപടി, എടക്കൊച്ചി ഭാഗത്തുള്ളവര് എനിക്ക് അയച്ചു തന്നതാണിത്. ഹൈവേ നിർമ്മാണത്തിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടൽ തുടർക്കഥ. ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ അധികൃതർ വലഞ്ഞ് ജനങ്ങളെ അങ്ങോട്ട് വലയണം. നിങ്ങൾ അരൂരുകാരെ ജപ്പാൻകാരെ തെറി പറയരുത്. കാരണം ആ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഇട്ടത് ജപ്പാനിൽ നിന്ന് കുറെ ലോൺ അടിച്ചു മാറ്റിയിട്ട് ഏറ്റവും വില കുറഞ്ഞ പൈപ്പ് ഇട്ടിട്ടും അനധികൃതമായി എവിടെയാണ് ഈ പൈപ്പ് കിടക്കണമെന്ന് അറിയാണ്ട് റോഡ് പണിയുമ്പോഴൊക്കെ പൊട്ടണത് കൊണ്ട് ജപ്പാൻകാരെ തെറി പറഞ്ഞിട്ട് കാര്യമുണ്ട്. നമ്മുടെ ഇവിടുത്തെ കാട്ടുകള്ളന്മാർ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ജനങ്ങളെ പറ്റിച്ചു തിന്നുന്ന രാഷ്ട്രീയ വ്യവസായികളാണ്, രാഷ്ട്രീയ കച്ചവടക്കാരാണ് അരൂരും ആലപ്പുഴയിലുമുള്ള ജപ്പാൻ കുടിവെള്ളം കുടിക്കുന്ന നിങ്ങളെ മണ്ടന്മാരാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുവാണ്, ആ ജപ്പാൻ നമ്പർ 1 ആണ്. ജപ്പാന്റെ പേരിൽ നിങ്ങൾ തെറി പറയരുത്. അതേസമയത്ത് കേരളം നമ്പർ 1 എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന് സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷിത്വം വരെ കട്ടു തിന്നുന്ന, അത് നമുക്ക് 2-3 കഥകൾ അറിയാലോ, 1ഉം 2ഒന്നുമില്ല. ആ മഹാരാജാസ് കോളേജിൽ ഒരുത്തരെ കുത്തിക്കൊന്നിട്ട് പിരിച്ചിട്ടും വലിയ വലിയ കെട്ടിടങ്ങൾ വന്ന് ആ പാവത്തിന് ചത്തവന്റെ വീട്ടിൽ എന്തോ വിച്ചക്കാശും കൊടുത്തു. വേറൊരു രക്തസാക്ഷിയുടെ പൈസ പുട്ടടിച്ചത് ഇതിപ്പോൾ ഏഷ്യാനെറ്റ് ചർച്ചയിൽ പോകുന്നുണ്ട്. ശബരിമല അയ്യപ്പനെ, ദൈവത്തിനെ പോലും കൊള്ളയടിച്ചവരാണ് ഈ നാട് ഭരിക്കുന്നത്. അതുകൊണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ആ പേരിൽ നിങ്ങൾ തെറി പറയരുത്. പിന്നെ എനിക്ക് അവിടുന്ന് അയച്ചു തന്നേക്കണം ഇവര് അയച്ചു കൊടുത്തിരിക്കുന്ന അപേക്ഷകൾ, അവിടുത്തെ പാവങ്ങൾ കുടിവെള്ളത്തിനായിട്ട് അപേക്ഷ. ഇനി ഇതിനെയും വല്ല അപ്പം ഗോവിന്ദനോ ഏതെങ്കിലും ഗോവിന്ദനോ കോന്തനോ കയറി പറയുന്നതിന് മുമ്പ് കേരള വാട്ടർ അതോറിറ്റി ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടൽ വേൾഡ് റെക്കോർഡിലേക്ക്, ഇത് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നേക്കണം. 2025 ഒക്ടോബർ മാസം ആവറേജ് പൊട്ടൽ 4/10/2025 പൈപ്പ് പൊട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പൊട്ടി. 11/10/2025 അത് ഒരുവിധമൊക്കെ റിപ്പയർ ചെയ്തു. പക്ഷെ 16-ാം തീയതി വേറെ സ്ഥലത്ത് പൊട്ടി. 27-ാം തീയതി വീണ്ടും പൊട്ടി, അവിടെയൊക്കെ വെള്ളം ഒഴുകി ഇതായി. അപ്പോൾ 2025 ഒക്ടോബറിൽ 4 പ്രാവശ്യം ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി. ചിലത് പൊട്ടുന്നു, ചിലത് പൊട്ടിക്കുന്നു. ആരുണ്ട് ചോദിക്കാൻ? പോയി കുത്തിക്കൊട, വോട്ട് കുത്തിക്കൊട്. നമുക്ക് LDF ചങ്കല്ലേ, UDF ചങ്കല്ലേ, നമുക്ക് BJP ചങ്കല്ലേ. ഇവിടെ കുടിവെള്ളത്തിൽ എന്ത് രാഷ്ട്രീയം? ഗട്ടറില്ലാത്ത റോഡിൽ എന്ത് രാഷ്ട്രീയം? കട്ടും മോട്ടിച്ചും തിന്നനോട് ചോദ്യം ചെയ്യാൻ അണികളുണ്ടാവണോടാ. കട്ടുമോട്ടിച്ച് നമ്മളെ ഭരിക്കുന്ന നേതാക്കന്മാരോട് നിങ്ങൾ ചോദിക്കണം. അതാണ് രാഷ്ട്രീയം. മനസ്സിലാവണ്ട? ഏത് പാർട്ടിയിലാണെങ്കിലും സ്വന്തം അണികൾ ഈ കളവിനെ കുറിച്ച് ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് കിട്ടുവന്നു 2026 ജാനുവരി. ഹാപ്പി ന്യൂ ഇയർ അരൂരുകാര്, ഹാപ്പി ന്യൂ ഇയർ. കുടിവെള്ളം ഇല്ലാണ്ട് ഡും 11/1 പൈപ്പ് പൊട്ടി, വെള്ളം ഇതുവരെ വന്നിട്ടില്ല. 13/1/2026 വെള്ളം നിന്നു. 15/1/2026 വെള്ളം നിന്നു. 24/1, അതായത് ഇന്നും ഇന്നലെ ഒന്നും അവിടെ വെള്ളമില്ല. ഏതായാലും ജപ്പാൻ കുടിവെള്ള പദ്ധതി കാരണം അരൂര്, എരമല്ലൂര്, ചന്തിരൂരുള്ളവരൊക്കെ ഇപ്പോൾ അമേരിക്കക്കാരെ പോലെ ജപ്പാൻകാരെ പോലെ ചന്തി തുടക്കുന്നത്, അപ്പിട്ട് കഴിഞ്ഞ ചന്തി തുടക്കുന്നത് ടിഷ്യൂ വെച്ചിട്ടാണ്, പേപ്പർ വെച്ചിട്ടാണ്. ഏതായാലും നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് പോകുമ്പോൾ കടലാസ് വെച്ച് കുണ്ടി തുടക്കാൻ പഠിച്ചിട്ട് പോവാം. അതിങ്ങനെ ജപ്പാൻ കുടിവെള്ള പദ്ധതി കൊണ്ടും
അപ്പം ഗോവിന്ദൻ കേരളയിൽ വരും, മറ്റൊരു റെയിൽ വരും, കണ്ണൂരിൽ നിന്ന് അപ്പം കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കാന്നൊക്കെ പറയുമ്പോൾ ആദ്യം കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുക്കുക, ഗട്ടറില്ലാത്ത റോഡ് കൊടുക്കുക, ഇടിഞ്ഞു വീഴാത്ത പാലങ്ങളും കലുങ്കളും കൊടുക്കുക, ടോളിലെ കൊള്ള അവസാനിപ്പിക്കുക. ഞാനിത് ഒരു പാർട്ടിനോടല്ല പറയണ, എല്ലാത്തിനോടും കൂടിയാ പറയണ. രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ഞം അടിച്ച് പാറ്റിച്ചും ചതിച്ചും എല്ലാ പദ്ധതികളിലും കൈയിട്ട് വാരി ദുരിതാശ്വാസത്തിൽ നിന്ന് വരെ കട്ട് തിന്നുന്ന ഒരു വർഗം, എന്നിട്ട് അതിന് ലോകായുക്തി പോയാൽ പല്ലുമില്ല നഖവുമില്ല. ആ ജഡ്ജിക്ക് തന്നെ പിന്നെയും പ്രൊമോഷൻ കൊടുക്കുക. ജഡ്ജിമാരെ പോലും അഴിമതിക്കാരാക്കാൻ കഴിവുള്ള രാഷ്ട്രീയക്കാർ ഇവിടെ വന്നു കഴിഞ്ഞു. വല്ലാത്തൊരു പോക്കാണ്. നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ മനോജ് കോട്ടപ്പടി, നിന്റെ അമ്മയുടെ എന്ന് പറഞ്ഞു, മിക്കവാറും ഈ മനോജ് കോട്ടപ്പടി എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടി ട്രൗസറാക്കി തലയിൽ തൊപ്പിയും വെച്ച് മിക്കവാറും അന്തംഗമ്യായിരിക്കും. ഈ മനോജ് കോട്ടപ്പടി എന്നൊക്കെ പറയണവൻ നാട്ടുകാരെ പാറ്റിച്ച് റെസീറ്റ് കൂറ്റിയും ബക്കറ്റുമായിട്ട് പിരിച്ചും പാടം നികത്തിയും പേടിപ്പിച്ചും ഒക്കെ കാട്ടു തിന്നണ ഒരു പരനാറിയായിരിക്കും ഈ മനോജ് കോട്ടപ്പടി എന്നൊക്കെ പറയണവൻ. മനസ്സിലുണ്ടോ? അപ്പൊ ഇവനൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കുടിവെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ ഇത് എന്ത് രാഷ്ട്രീയം? നമുക്ക് പൊട്ടാത്ത പൈപ്പുകൾ ഉണ്ടാവണ്ടേ? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷമില്ലേ? നമ്മുടെ വീടുകളിലെല്ലാം ഡോറടയും പൈപ്പ് നല്ല രീതിയിലല്ലേ? എന്ത് സർക്കാർ പണിയുമ്പോൾ മാത്രം ഇങ്ങനെയാണ്? കാരണം ട്രേഡ് യൂണിയൻ, രാഷ്ട്രീയ ഇടപെടലുകൾ. അതുകൊണ്ട് അരൂരുകാർ, എരമല്ലൂരുകാർ, ചന്ദ്രൂരുകാർ, ആലപ്പുഴ ഈ തീരപ്രദേശത്ത് ജീവിക്കുന്നവർ ജപ്പാൻ കുടിവെള്ളം കിട്ടാത്തത് നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും കൂടി നിങ്ങളെ മൂഞ്ചിച്ചിട്ടാണ്. പ്രത്യേകിച്ചും മനോജ് കോട്ടപ്പടി എന്ന് പറഞ്ഞ ഇതേപോലത്തെ വെറു ഊളകൾ നിങ്ങളെ പറ്റിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടാത്തത്. വെള്ളം കിട്ടാണ്ട് ചാവും അടുത്ത് തന്നെ എല്ലാം. നല്ല കഞ്ചാവും മയക്കുമരുന്നും കിട്ടിയാലും മിക്കവാറും വെള്ളം കിട്ടില്ല. അതേപോലത്തെ ഒരു ഊള രാഷ്ട്രീയമാണ് ഇപ്പൊ നടക്കുന്നത്. ഇലക്ഷൻ വരുവാണ്, പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭ ഇലക്ഷൻ. ഇവന്മാരൊക്കെ നമ്മളെ സേവിക്കാനാണ്, സ്വയം സേവനം. അതുകൊണ്ട് വീണ്ടും വീണ്ടും ജപ്പാനിൽ നിന്ന് കുറെ ജപ്പാൻകാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ അരൂരുകാർ തെറി പറയണോണ്ട് അവരവിടെ തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ നിന്ന് ആ ലോൺ തന്നവരും അവിടുത്തെ പ്രസിഡന്റും ഒക്കെ തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും തെറി പറയില്ല, വേണ്ട, അവരെ പറയണ്ട, അവർ നല്ലവരാണ്, അവർ നമ്പർ 1 ആണ്. പക്ഷെ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ ജാതി ഉടായ്പിൽ പറ്റിക്കുന്നവരെ നിങ്ങൾ പ്രാകുക, തെറി പറയുക. ഒരിക്കൽ കൂടി പറയുന്നു, അരൂര് പ്രദേശത്തെ ഇങ്ങനെ കുടിവെള്ളം പൊട്ടുന്നതിനെ കുറിച്ച് ഓംബുഡ്സ്മാനോ ലോകായുക്തക്കോ വല്ല കഴിവുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ചിട്ട് ആലപ്പുഴയിലെ എൻ്റെ സഹോദരന്മാർക്ക് അരൂരും എരമല്ലൂരും ചന്ദ്രൂരും എടക്കൊച്ചിയിലും കുമ്പളങ്ങിയിലൊക്കെ ഈ ജപ്പാൻ വെള്ളം പോകുന്ന സ്ഥലത്ത് ജപ്പാൻ വെള്ളം കിട്ടുന്നവരുടെ കുടിവെള്ളം മുട്ടിക്കരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.